നമസ്കാരം. നമ്മൾ മനുഷ്യർ എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ വെച്ചുപുലർത്തുന്നവരാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മൾ കഠിനമായി അധ്വാനിക്കാറുമുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ വളരെ സങ്കടത്തോടെ ചിന്തിക്കാറില്ലേ, ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ജീവിതത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്തത് എന്ന്. നമ്മൾ എടുക്കുന്ന കഠിന പ്രയത്നത്തിന്റെ പകുതി ഫലം പോലും പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. എന്നാൽ ജ്യോതിഷപ്രകാരം നമ്മുടെ ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടുകൾക്കും സന്തോഷങ്ങൾക്കും പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകൾക്കും അവസാനമാകാൻ പോകുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്ന മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച. മകം, പൂരം, ഉത്രം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അത്തം, ചിത്തിര എന്നിങ്ങനെ 8 നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണിത്. കാരണം അന്ന് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാഭാഗ്യമായ പാരിജാത രാജയോഗം തെളിയുകയാണ്. ആദ്യമായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. കിട്ടുന്ന പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. കടബാധ്യതകൾ കൂടിവരികയാണ്. എന്നാൽ മെയ് 7-ാം തീയതി തെളിയുന്ന ഈ രാജയോഗം നിങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അത്ഭുതകരമായ രീതിയിൽ അന്ന് പരിഹാരമാകും. നിങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ലാഭം വന്നുചേരും. പുതിയ നിക്ഷേപങ്ങൾക്കും ബിസിനസ്സിനും ഇത് വളരെ നല്ല സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ നേതൃസ്ഥാനവും കുടുംബത്തിൽ സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും. ഇനി മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരാം. ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങളിൽ പലരും. എന്നാൽ ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളും ഇനി എളുപ്പത്തിൽ നടക്കും. വിവാഹ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ മംഗളകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ജോലിസ്ഥലത്തെ അനിശ്ചിതത്വങ്ങൾ മാറി വരുമാനം വർദ്ധിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. നിങ്ങളെ അലട്ടിയിരുന്ന വസ്തുതർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി അവസാനിക്കും. നിങ്ങളെ നിരന്തരം ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്ക് തക്കതായ തിരിച്ചടി ലഭിക്കുന്നത് നിങ്ങൾ കാണും. അടുത്തതായി കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളെക്കുറിച്ചാണ് പറയാനുള്ളത്. കുടുംബ ജീവിതത്തിലും ദാമ്പത്യത്തിലും ഒട്ടും സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയും വരുമാനത്തിൽ കവിഞ്ഞ വലിയ സാമ്പത്തിക കടബാധ്യതകളിലൂടെയുമാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്. എന്നാൽ ഈ പാരിജാത രാജയോഗം നിങ്ങളെ പൂർണ്ണമായും തുണയ്ക്കാൻ പോവുകയാണ്. കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദാമ്പത്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ കൊണ്ടുവരാനും നിങ്ങൾക്ക് കഴിയും. വലിയ കടബാധ്യതകൾ തീർക്കാൻ തീരെ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം ഉടൻ തന്നെ സഫലമാകും. കൂടാതെ നിങ്ങളുടെ കുട്ടികൾ നേടുന്ന വിജയങ്ങൾ കണ്ട് അഭിമാനിക്കാൻ കഴിയുന്ന സമയം കൂടിയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ എല്ലാ ഇല്ലായ്മകളും ദുരിതങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തി തന്നെ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ് മെയ് 7-ാം തീയതി വ്യാഴാഴ്ച. ഈ പാരിജാത രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ സമ്മാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക, നമ്മുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നല്ലത് ചിന്തിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ നല്ലത് തന്നെ സംഭവിക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളോ വഴിപാടുകളോ പൂജകളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും സഹിതം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായും നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.